വിഷ്ണു, ഞാൻ അനന്തിൻ്റെ കൂടെ ഒറ്റയ്ക്ക് സംസാരിച്ചോട്ടെ? വേണ്ട, ഞാൻ എന്തായാലും സംസാരിക്കണമെങ്കിലേ അവനോട് കയറിയിട്ട് മതി. അല്ല, നിങ്ങൾ സംസാരിക്കണം, ഞാൻ എന്തിനാ ഇവിടെ ഇടാ. വിഷ്ണു ഇരുന്നോ? അനന്തുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അനന്തുവിന് കുഴപ്പമില്ലെങ്കിൽ പിന്നെ എന്താണ് പറയാനുള്ളത്? അപ്പ എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അഖില പറഞ്ഞായിരുന്നു വിഷ്ണു അവരൊക്കെ നിർബന്ധിച്ചോണ്ടാ അനന്ത് വരുന്നതെന്ന്. ഓഹോ, അപ്പൊ അവർക്ക് ഞാൻ ശല്യം തുടങ്ങിയല്ലേ? എടോ, തന്നെ കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടെന്നുള്ളതല്ല, അനന്തുവിന്റെ സ്വഭാവം കൊണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, അത്രേ അവർ ഉദ്ദേശിക്കുന്നു. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ തന്നെ ദേഷിക്കുന്നുണ്ടല്ലേ? അവിടെ ഇരിക്കും. ഇവര് പറയുന്ന പോലെ അങ്ങനെ പ്രശ്നങ്ങളൊന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ കൊച്ചുനാൾ മുതലേ കുറെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ടേ പിന്നെ സ്വന്തം കാലം നിൽക്കാറായപ്പോഴത്തേക്കും അതെനിക്ക് ദേഷ്യമായിട്ട് ഇങ്ങനെ പുറത്തു വരുന്നേ ഉള്ളൂ. ജീവിതത്തിൽ എല്ലാവരും പ്രതീക്ഷ വെച്ചിട്ട് മുന്നോട്ട് വന്നേ. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അത് ശരിയാവും, പക്ഷെ ഒന്നും ശരിയാവാറില്ല. എല്ലാ പ്രശ്നങ്ങളും മാത്രമേ ജീവിതത്തിൽ കുറെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ നിമിഷം വരെ അത് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടല്ല, ഒരു മനസ്സമാധാനത്തിന്. എൻ്റെ അവസ്ഥ വീട്ടുകാർക്ക് മനസ്സിലാവുന്നില്ല, കൂട്ടുകാർക്ക് മനസ്സിലാവത്തില്ല, സ്നേഹിക്കുന്ന പെണ്ണിനുള്ളിൽ മനസ്സിലാവുന്നില്ല. അനന്തുവിനെ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യട്ടെ. എടാ മോനെ, നിന്റെ ജീവിതത്തിലും ചുറ്റുപാടിലും നടക്കുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല, അത് നീ എങ്ങനെ കാണുന്നു, അത് ഉൾക്കൊള്ളുന്നു എന്നതനുസരിച്ച് മോനെ നിനക്ക് ADHD, നീ വല്ലാണ്ട് ഹൈപ്പറാവും. ഇതിങ്ങനെ തുടർന്നാൽ നിനക്ക് ജീവിതത്തിൽ സമാധാനം കിട്ടത്തില്ല. പ്രശ്നങ്ങളില്ലാതെ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. അനന്ത് ജസ്റ്റ് മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യും. അതും പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ അനന്തൊന്ന് വാ.